നമസ്കാരം. പതിരും കതിരും. ഏതവൻ പല്ലക്കേറിയാലും എൻ്റെ മോൻ ചുമക്കണം എന്നൊരു ചൊല്ലുണ്ട്. രാജാധികാരം പോയി ജനാധിപത്യം വന്നിട്ടും പല്ലക്ക് ചുമ്മികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കൊട്ടാരം വിട്ടിറങ്ങിയ ഒരു രാജാവും പരിവാരങ്ങളും കൂടി നാടു കാണാനിറങ്ങിയതും ആഞ്ഞു തുമ്മിയ പ്രജകളെയും കരിഞ്ചീല കാണിച്ച പ്രതിഷേധക്കാരെയും തല്ലിപ്പരത്തിയതുമൊക്കെ ജനാധിപത്യത്തിലെ രാജവാഴ്ചയുടെ കാഴ്ചകളായിരുന്നു. ആ അശ്വമേധവും അമൃതത്വം കണ്ട് പ്രജകൾ വായിൽ വെള്ളം കവിൾ കൊണ്ട് നിശബ്ദരായി. ഇപ്പോഴിതാ പഴയ രാജവാഴ്ചയുടെ ഓർമ്മകൾ ഉണർത്തി ഒരാചാരത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന രഥയാത്ര വലിയ പരിഹാസത്തിന് വഴിവെച്ചിരിക്കുന്നു. ആ യാത്രയ്ക്കായി സർക്കാർ ഒരു ചില്ലി കാശ് പോലും ചെലവഴിച്ച് കണ്ടില്ല. രഥയാത്രയ്ക്ക് പിന്നാലെ 50 വാഹനങ്ങളുടെ അകമ്പടിയോ പത്തലുമായി കുന്തക്കാരൻ്റെ സുരക്ഷയോ ഉണ്ടായിരുന്നില്ല. ആ രഥത്തിൽ വന്നവർ ഒരു പൗരപ്രമുഖൻ്റെയും അത്താഴ സദ്യ കഴിച്ചിട്ടില്ല. ഒരു സ്കൂളിൻ്റെയും മതിലും അവർ ഇടിച്ചിട്ടില്ല. രാജകുടുംബത്തിലെ ഇളമുറക്കാരൻ്റെ എഴുന്നള്ളത്ത് കണ്ട് സൈബർ കമ്മികളും സുഡാപ്ലിക്കേഷൻസും ആറാടി മതിക്കുകയാണ്. രാജഭരണത്തിൻ്റെ തികട്ടലിലാണ് ചിലരെന്നും മണ്ടപോയ രാജാവിൻ്റെ ഉളുപ്പില്ലാത്ത രഥയാത്രയാണ് ഇതെന്നുമായി പരിഹാസം. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിവെച്ച ഒരു ആചാരമായിരുന്നു രാജാവിൻ്റെ സന്ദർശനം. നാട്ടിൻപുറത്തെ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്ത് പോകുമ്പോൾ പള്ളിവാളും പിടിച്ച് അവകാശപ്പെട്ട ചില കുടുംബക്കാർ മുമ്പിൽ നടക്കുന്നത് കാണാം. ആ ചടങ്ങ് കഴിഞ്ഞ് പിറ്റേന്നവർ വാളുമായി വഴിയിലിറങ്ങാറില്ല. കൊട്ടാരത്തിലെ ഇളമുറക്കാർ രഥത്തിലേറി നടത്തിയ ആ സന്ദർശനം കണ്ട് നാണിച്ച് മുഖം താഴ്ത്തുകയാണ് സൈബർ ചാവേറുകൾ. ഹോ, എന്തൊരു അശ്ലീലം, എന്തൊരു കഷ്ടം! രഥമുന്തുകാർ അടിമകളായി പോയല്ലോ, ഇവർ ഏതു കാലത്താണോ ജീവിക്കുന്നത് എന്നൊക്കെയാണ് പറച്ചിൽ. ജനാധിപത്യത്തിൻ്റെ സകല സീമകളും ലംഘിച്ച് ഒരു പൊന്നു തമ്പുരാൻ അടിമകളെ കൊണ്ട് കാലു നക്കിച്ച് നാടാകെ പൂരം കാണാൻ ഇറങ്ങുന്നതും സർക്കാരിൻ്റെ ഖജനാവ് കുളം തോണ്ടുന്നതും ഇവന്മാർ കാണുന്നതേയില്ല. ഏറാൻ മൂളികളെ, കൊട്ടാരത്തിലെ ഇളമുറക്കാർ ഖജനാവ് കട്ടുതിന്നല്ല ജീവിക്കുന്നത്. അച്ഛനും മകളും മരുമകനും എല്ലാം കൂടി ചേർന്ന് കണ്ട മുതലാളിമാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന കിഴിപ്പണം കൊണ്ടല്ല കൊട്ടാരത്തിലെ ഇളമുറക്കാർ കഞ്ഞി കുടിക്കുന്നത്. പഴയ രാജവാഴ്ചയുടെ വീരഗാഥകൾ പറഞ്ഞ് അവരാരും മാസപ്പടി വാങ്ങിയല്ല ജീവിച്ചു പോകുന്നത്. പൊങ്കാല കാണാൻ രാജകുടുംബം രഥത്തിൽ വന്നത് മാത്രമേ സഖാക്കൾ കണ്ടുള്ളൂ. നമ്മുടെ കൺവീനർ ചിറ്റപ്പൻ്റെ ഇളയ മരുമോള് പറഞ്ഞത് കേട്ടില്ലേ? പൊങ്കാലയിട്ട് തുടങ്ങിയതിൽ പിന്നെ നല്ല കാലം വന്നു എന്ന്. ആറ്റുകാലമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ആ യുവതി ലുലു മാളിൽ ഉന്നത ഉദ്യോഗം ഭരിക്കുന്നു. നീയൊക്കെ പൊങ്കാലയെ പരിഹസിച്ചും ആചാരങ്ങൾക്ക് നേരെ കാർക്കിച്ചു തുപ്പിയും അടിമകളായി കഴിഞ്ഞു പോകുന്നു. അടിമകളാരും ക്ഷേത്രത്തിൽ പോയിക്കൂടാ. വിപ്ലവം പറഞ്ഞ് അങ്ങനെ നടക്കണം. നേതാക്കളുടെ മക്കളും മരുമക്കളും പൊങ്കാലയിട്ട് അനുഗ്രഹീതരായി ലുലു മാളിലും വിദേശത്തുമൊക്കെ സുഖമായി കഴിയുകയാണ്. ആറ്റുകാലിൽ പണ്ടാരയടുപ്പിൽ നിന്നും തീ പകരുന്ന സമയം നോക്കി ക്ലിഫ് ഹൗസിലും മന്ത്രിമന്ദിരങ്ങളിലുമൊക്കെ പൊങ്കാലക്കലത്തിൽ അരിയിട്ടതൊന്നും അടിമക്കമ്മികൾ അറിഞ്ഞിട്ടില്ല. ക്ലിഫ് ഹൗസിലെ മതിലുകൾക്ക് ഉയരം കൂട്ടിയത് തന്നെ പൊങ്കാലയുടെ പുക ആരും കാണാതിരിക്കാൻ വേണ്ടിയാണ്. ഇത്തവണ പൊങ്കാല തിളച്ചു തൂകുന്നത് കാണാൻ ആരൊക്കെയാണ് കാത്തു നിന്നതെന്ന് അറിയാമോ? മന്ത്രി ശിവൻകുട്ടി മാമൻ, വീരവിപ്ലവകേസരി AA റഹീം, മന്ത്രി GR അനിൽ, കെ മുരളീധരനും തരൂരുമൊക്കെ ഭക്തി കൊണ്ട് വന്നതാണെന്ന് പറയാം. പക്ഷേ പൂച്ചയ്ക്കെന്താണ് പൊന്നുരുക്കുന്നിടത്ത് കാര്യം? മുഖ്യൻ്റെ ആജ്ഞപ്രകാരം അമ്പലക്കാരോട് പണ്ട് മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞ പുള്ളിയാണ് ശിവൻകുട്ടി. AA റഹീം ഓവർകോട്ടിട്ട് വന്ന് കാവൽ നിന്നില്ലെങ്കിൽ പണ്ടാരയടുപ്പിൽ തീ പറ്റില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു, മറ്റു മതവിശ്വാസികളെ എല്ലാം ഞങ്ങൾക്ക് എന്തിഷ്ടമാണെന്നോ എന്നൊരു സന്ദേശം ലോകമാകെ വിതറിക്കഴിഞ്ഞു റഹീം. രാജകുടുംബത്തിൽ നിന്നും പുറപ്പെട്ട രഥം പൊങ്കാല കഴിഞ്ഞതോടെ തിരിച്ചുപോയി. ജനാധിപത്യം നമുക്ക് കനിഞ്ഞു നൽകിയ തമ്പ്രാൻ്റെ രഥം റോഡിലിറങ്ങിപ്പോയാൽ റാൻമൂളികളല്ലാത്ത പ്രജകളെല്ലാം കൺമുമ്പിൽ നിന്നും മാറിക്കൊള്ളണം. രാജാവിനെ കാണാൻ കുന്തക്കാരൻ്റെ അനുവാദം മാത്രം മതിയായിരുന്നു. കലിയുഗവരതനായ കാരണഭൂതൻ തിരുമനസിനെ മുഖം കാണിക്കണമെങ്കിൽ കപ്പം കൊടുത്ത് പൗരപ്രമുഖരുടെ പട്ടികയിൽ കയറിപ്പറ്റണം. പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞത് കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാർ നിവേദ്യത്തിനൊപ്പം സ്വർണം ഒളിച്ചു കടത്തി എന്നായിരുന്നു. കാലം മാറിയിരിക്കുന്നു. ക്ലിഫ് ഹൗസിലെ തമ്പുരാന് ബിരിയാണി ചെമ്പിൽ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അങ്ങോട്ടെത്തിച്ചു കൊടുക്കുന്നു എന്നായി പിന്നീട് കേട്ട ആരോപണം.
തമ്പുരാനെന്ന് കേൾക്കുമ്പോഴേ സഖാക്കൾക്ക് ഓക്കാനിക്കാൻ തോന്നും. സൗദി രാജാവെന്നോ ബ്രിട്ടീഷ് രാജ്ഞിയെന്നോ കേട്ടാൽ തേനൂറും. എന്തിനേറെ പാണക്കാട് തങ്ങളെന്ന് കേട്ടാലോ അവരുടെ ഞരമ്പുകളിൽ ചോര തിളയ്ക്കും. അതാണ് കൂറ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ പിണറായി രാജൻ നീണാൾ വാഴട്ടെ. നന്ദി.